നമ്മൾ എത്രയോ പിന്നിലായിരുന്നു. ഒരു യൂണിവേഴ്സിറ്റി പോലും ഇല്ലാതിരുന്ന കാലത്ത് മലബാറില് 1962 ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ചെറുപ്പക്കാരൻ ചെന്ന് നിന്ന് ശബ്ദിച്ചു, ഞങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി വേണം. ഇന്ത്യ കണ്ട തന്നെ ഏറ്റവും പ്രഗത്ഭനായ പാർലമെന്റേറിയനും കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ കൂടിയായിട്ടുള്ള പനമ്പള്ളി ഗോവിന്ദമേനോൻ പറഞ്ഞു, കേരളത്തിൽ ഇനി അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ തന്നെ ആവശ്യമില്ല, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ല, കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിനെ മുന്നിൽ വെച്ചുകൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി വേണം. 67 CH കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ആദ്യം ചെയ്ത പണി മലബാറിനൊരു യൂണിവേഴ്സിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ കലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലബാറിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. മലബാറിന്റെ വിദ്യാഭ്യാസ നവോത്ഥാന രംഗത്ത് എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന്, ലീഗ് എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ആദ്യം മലബാറിൽ കലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്ന് ആദ്യം ആലോചിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്ത CH മാത്രം മതി നമുക്ക് ലീഗിന് എന്തു ചെയ്തു എന്ന